ഹലോ. ഉണങ്ങി കരിഞ്ഞ ഒരു ഗ്രേപ്സ് ചെടിയായിട്ടാണ് കേട്ടോ, അതായത് മുന്തിരി ചെടിയായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ കണ്ടോ, ആകെ ശോകമായിരിക്കുകയാണ്. വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് അത് കരിഞ്ഞു പോയതാണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നഴ്സറി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നഴ്സറി കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, കാഞ്ഞിക്കുളത്തിൻ്റെ അടുത്തുള്ള നഴ്സറി. അപ്പോൾ അവിടെ പോയപ്പോൾ വാങ്ങിയതാണ് ഇതും, പിന്നെ ഒരു സീഡ്ലെസ് ലെമൺ, പിന്നെ ഒരു കുടംപുളി തൈ, ഒരു ബൊഗെയിൻവില്ലയും. അപ്പോൾ അത് വാങ്ങിയിട്ട് വന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം നല്ല വെയിലായിരുന്നു. അപ്പോൾ ഒരു മഴ കിട്ടിക്കഴിഞ്ഞിട്ട് നട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ തണലത്താണ് വെച്ചത്. അവർ തരുമ്പോഴേ പറഞ്ഞിരുന്നു ഒത്തിരി വെയിൽ കൊള്ളുന്ന സ്ഥലം പറ്റില്ല, കുറച്ച് തണലത്ത് വെക്കണമെന്ന്. പക്ഷെ അത് കരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഇതുണ്ട്, നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈ കയറ്റി വിട്ടേക്കുന്ന ഈ മാവിൻ്റെ ചൂട്ടിൽ അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് മുന്തിരി തൈ നട്ടിട്ട് കയറ്റി വിടുമ്പോൾ നമുക്ക് അതേ പന്തലിലോട്ട് കയറ്റി വിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അച്ഛൻ കുഴിയൊക്കെ എടുത്ത് തരികയാണ് കേട്ടോ. ഉണ്ടോ, കൈക്കോട്ടും കൊണ്ട് കുഴിയൊക്കെ എടുത്ത് തരികയാണ്. ഒത്തിരി വലിയ തൈയൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് ചെറിയ കുഴി മതി കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കുഴിയൊക്കെ കുഴിച്ചു. ഞാൻ മുന്തിരി തൈ കൊണ്ടുപോയിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. അപ്പോൾ കത്രികയും കൊണ്ട് അതിൻ്റെ കവറൊക്കെ കണ്ടോ, വേരൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കവറൊക്കെ ചെറുതായിട്ട് അച്ഛൻ പിടിച്ച് തന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ മെല്ലെ കട്ട് ചെയ്ത് കൊടുത്തു. മെല്ലെ നോക്കി വേര് പോവാണ്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ കട്ട് ചെയ്ത് മെല്ലെ എടുത്തു. ആ പുറത്ത് കണ്ട ആ വേര് പുറത്തോട്ട്, അതൊരു സൈഡ് മാത്രം ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ കവർ അതിലിങ്ങനെ തടഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗം മാത്രം നമ്മൾ ഒന്ന് മെല്ലെ കട്ട് ചെയ്ത് കൊടുത്തു. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചാണ്, എന്തുകൊണ്ടാണ് കരിഞ്ഞു പോയതെന്ന് അറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. കണ്ടോ, അവിടെ കണ്ട വേര് വെച്ചിട്ട് ഇങ്ങനെ തടഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ അതും കവറും എല്ലാം വേര് കട്ടായിപ്പോയാൽ പിന്നെയും ഇതിന് എന്തെങ്കിലും സംഭവിച്ചാലോ. ഇപ്പോഴും ഇത് പിടിച്ച് കിട്ടുമോ എന്താണെന്ന് നമുക്കറിയത്തില്ല. നല്ലൊരു പരീക്ഷണമാണ് കേട്ടോ. 50 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ തൈ വാങ്ങിയത്. ഇത് വാങ്ങണ സമയത്ത് അതിൻ്റെ കൂടെയുള്ള തൈയിലൊക്കെ ഇങ്ങനെ കായ്ച്ചിട്ട് മുന്തിരി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളവർ കായ്ക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ കായ്ക്കാത്ത തയ്യാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നല്ലൊരു ഹെൽത്തി ആയ തൈ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ അതവിടെ വെച്ച് വേരൊന്നും അനക്കാണ്ട വെച്ചേക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് അതിന് ശേഷം വളം ചെയ്ത് കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് ഓൾറെഡി ഇങ്ങനെ ഒരു ക്ഷീണം ഉള്ളതല്ലേ. ഇപ്പോൾ വെയിലൊക്കെ തട്ടിയിട്ട് എല്ലാ ചെടികളും കുറച്ച് ക്ഷീണത്തിലാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് വേരിൻ്റെ സ്ഥലത്ത് ഇട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ചാണകപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ വേപ്പിൻ പിണ്ണാക്ക് ഒരു 2 പിടിയോളം വേപ്പിൻ പിണ്ണാക്ക് ഇട്ടിട്ട്, പിന്നെ ഒരു പിടി എല്ലിൻ്റെ പൊടി, നല്ലൊരു പിടിയാട്ടോ എല്ലും പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. വേപ്പിൻ പിണ്ണാക്ക് അറിയാലോ, വേരിന് കേടുപാടൊന്നും അല്ലെങ്കിൽ ചീയലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇൻഫെക്ഷനൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് വേപ്പിൻ പിണ്ണാക്ക്. പിന്നെ എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ നന്നായി ഗ്രോത്ത് തരുന്ന ഐറ്റംസാണ് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഞാൻ. എന്നിട്ട് നമ്മൾക്ക് നാരകവും പിന്നെ കുടംപുളിയൊക്കെ നമ്മൾ നടുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഇതേ ഒരു വളം തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റും മാത്രം അങ്ങനെ ഇട്ടു. കണ്ടോ, അതിൻ്റെ കടഭാഗം കണ്ടോ, അവിടേക്ക് കണ്ടോ വളമൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് വേരൊക്കെ നന്നായിട്ട് പിടിച്ച് വരുമ്പോൾ വേര് തന്നെ വലിച്ചെടുത്തോളുമല്ലോ വളം. അപ്പോൾ ചെടി ഇപ്പോൾ കുറച്ച് ക്ഷീണം ആയതുകൊണ്ട് ചെടിക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ മണ്ണിട്ട് കൊടുത്തു കേട്ടോ. ഇനി അങ്ങോട്ട് മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ, വേനലൊക്കെ കുറഞ്ഞു, ഇടയ്ക്ക് മഴ കിട്ടുന്നുണ്ട്. അല്ലെങ്കിലും നമുക്ക് ജൂണിൽ മഴ സ്റ്റാർട്ട് ചെയ്യുമല്ലോ, അപ്പോഴേക്കും നമുക്ക് ചെടികളൊക്കെ നല്ല രീതിയിൽ വെക്കാൻ പറ്റിയ കാലാവസ്ഥയായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെടികൾ വെച്ചിട്ട് നമ്മൾ കുറച്ചൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് നോക്കുവാണെങ്കിൽ മഴക്കാലം തുടങ്ങുന്ന സമയത്ത് ചെടികൾ നന്നായിട്ട് ഗ്രോത്തിൽ നല്ല രീതിയിൽ വളർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്തു. ഇനി അതിൽ നമുക്ക് നിഴലിന് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അച്ഛൻ നാരകം നടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കുഴിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കവറില്ലേ, അത് കുറച്ച് കാലമായതുകൊണ്ട് അവർ കവറിലാക്കിയിട്ട് കവറൊക്കെ ശരിക്കും ഇങ്ങനെ ദ്രവിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോരം വേരാന്നറിയാം. നോക്കിയേ, ഇത് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ശ്വാസം മുട്ടിയിരിക്കുമായിരുന്നു ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ.
അത്രയും വേരുകൾ കണ്ടോ. അതിൽ 5 നാരങ്ങയുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ കുഴിയൊക്കെ ഒഴിത്തു. ഇത് കുടംപുളി തൈ ഞാൻ നടുന്നത് ഇടയ്ക്കെടുത്തതാണ് കേട്ടോ. കുടംപുളിയും നാരകമൊക്കെ ഒന്നിച്ച് നമ്മൾ നട്ടേ കണ്ടോ. കുടംപുളി ഇതേപോലെ നോർമലായിട്ട് നമ്മൾ കുറച്ച് മണ്ണിട്ടിട്ട് അതിന് ശേഷം കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ കുടംപുളിയിൽ. ഇത് വെയിലും കൊണ്ടായിരുന്നു നമ്മൾ വാങ്ങുമ്പോൾ തന്നെ കുറച്ചൊരു മഞ്ഞപ്പൊക്കെ ഉണ്ടായിരുന്നു താഴത്തെ ഇലകളിൽ. പക്ഷേ മുകളിലൊക്കെ നല്ല കിളിർപ്പൊക്കെ നല്ല ഇതായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും അച്ഛൻ ധൃതിയിൽ അത് മൂടിയതാണ് അവിടെ കണ്ടത്. ഇത് നമ്മൾ നാരകം വെച്ചിട്ട് അതിലിങ്ങനെ മണ്ണൊക്കെ ഇട്ടിട്ട് മൂടി, പിന്നെ കുറച്ച് ചാണകം നമ്മൾ മിക്സ് ചെയ്ത വളം വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ടത് മൊത്തത്തിൽ മൂടി. ഇനി നമുക്കത് ചെയ്യാനുള്ളത് ഒരു കോല് വെച്ചിട്ട് അതിന് താങ്ങ് കൊടുത്തിട്ട് ആ നാരങ്ങ ഉണ്ടല്ലോ അപ്പോൾ അത് ഒടിയാണ്ട് നോക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മരങ്ങൾ നടുക. മരങ്ങളാണ് നമുക്ക് നാളേക്ക് ഫ്രൂട്ട്സ് മാത്രമല്ല നമ്മുടെ ഈ ചൂടൊക്കെ കുറയ്ക്കാനും എല്ലാത്തിനും മരങ്ങൾ ഉപകരിക്കും കേട്ടോ. അപ്പോൾ അതുണ്ടോ നമ്മൾ നമ്മുടെ ഗ്രേപ്സ് നല്ല രീതിയിൽ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബായ്.